ഈ ഷേരുവിൻ്റെ സൂത്തൻ്റെ ഓരോ കാര്യങ്ങളെ മനുഷ്യനെ ചിരിപ്പിക്കാനായിട്ട്. അയ്യോ അശോ, ബാലരമ്യ വാങ്ങിച്ച് ചിരിച്ചുകൊണ്ടിരിക്കണ മക്കളെ. കൊച്ചുണ്ടാപ്രി ചിരിച്ചു കഴിഞ്ഞെങ്കിലേ ഒന്ന് എണീക്കാമോ? ചിരിച്ചു കഴിഞ്ഞില്ല, അച്ഛൻ പറഞ്ഞോണ്ട് ഞാൻ എണീക്കാം. വലിയ ഉപകാരം. ഇനി പിന്നീട് വായിക്കാം. എന്താച്ചാ ചിരിക്കണ? എപ്പോഴച്ചാ അടിക്കുമ്പോ ഞാൻ കരയില്ല ചെയ്യാറാ. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചിരിക്കണം. എന്തിനെന്നെ അടിച്ചാ? പ്രഭാകരൻ നിനക്ക് കൊണ്ടുവന്ന വിസയ്ക്ക് എന്താ കുഴപ്പം? അതിനെന്തൊരു കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ചീസ് കന്നിലെ ജ്യൂസി ആയിട്ടുണ്ടായിരുന്നു. അച്ഛന് കഴിച്ചതല്ലേ? കോമഡി കളിക്കല്ലേ മഹേഷേ. പിസ അല്ല വിസ, വിസ. വാ വിസ. അത് സമയം എന്താ ആലോചിച്ചിട്ട് എന്താണ് കുഴപ്പമെന്നുള്ളത്? ആ കിട്ടി. അതിനൊരു രസം ഇല്ലായിരുന്നു അച്ഛാ. രസമില്ലെന്നാ? ഓ പന്ന വിസ. ഒരു ഫാക്ടറിയിലെ സൂപ്പർവൈസർ ആയിട്ട്. സൂപ്പർവൈസറിന് എന്താ കുഴപ്പം? എനിക്ക് വയ്യ ടൈം ബെൽറ്റൊക്കെ കെട്ടി നിൽക്കാനായിട്ട്. അന്തസ്സില്ല അച്ഛാ ജോലിക്ക്. മാസം 19,000 ശമ്പളം കിട്ടുന്ന ജോലിയിലായിരുന്നടാ അത്. അച്ഛാ പൂജ്യത്തിന് എണ്ണം കണ്ടേ കണ്ണ് മഞ്ഞളിക്കരുത്. എങ്കിൽ നീ ചെറിയ ജോലികൾക്ക് പോ. ചെറിയ ജോലിക്ക് പോയാലേ ശമ്പളം ഇല്ലാന്നേ. അപ്പൊ മക്കളെ ഉദ്ദേശം എന്തിനാണ്? എനിക്കിങ്ങനെ ബാലരമയൊക്കെ വായിച്ച് അമ്മ ഉണ്ടാക്കണ ആഹാരമൊക്കെ കഴിച്ച് അച്ഛൻ കൊണ്ടുവന്ന കടപ്പണ്ട ഏതാണെന്നൊക്കെ ആലോചിച്ച് കിടന്ന് ലൈഫ് ജിങ്കാലയിലായിട്ട് അങ്ങ് പോണം. അത്രയൊക്കെ ഉള്ളൂ. നിന്നിലാണ് എന്റെ ഏക പ്രതീക്ഷ. അതിൽ ഒരു കാര്യവും ഇല്ല. ഈ ഡയലോഗ് അപ്പൂപ്പ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ, അച്ഛപ്പ എൻ്റെ അടുത്ത് പറയണം. ഞാൻ എന്റെ മോനോട് പറയും. ഇതൊരു ലൂപ്പാണ്. ലൂപ്പായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അവന്റെ മകനോട് ജോലിയിലേക്ക് പെണ്ണ് കിട്ടുകൊള്ളാ. അച്ഛന് പെണ്ണ് കിട്ടിയല്ല പിന്നല്ലേ എനിക്ക്. തർക്കോത്തരം പറയണം നിന്നെ. അച്ഛാ ഇനി എന്നെ അടിക്കരുത്. അടിച്ചാ ഞാൻ വാവിട്ട് കരഞ്ഞോളായി. നാണക്കേടാവേ. അതെ, ബീഫ് അച്ചാർ ഞാൻ റെഡിയാക്കി. ചൂരയും കൂടെ വാങ്ങിച്ചെന്ന ചൂരച്ചാറ് ഉണ്ടാക്കി വെക്കാൻ ഞാൻ. എന്തിന്? അവന് പോവാൻ നേരത്ത് കൊണ്ടുപോകാൻ വേണ്ടി. അവൻ പോണില്ലാന്ന് തന്നെയാടാ. ഇപ്പം ഭയങ്കര തലവേദന അമ്മ. പിന്നീട് പോവാന്ന് തീരുമാനിച്ചു. ഈശ്വര, ഞാൻ ഉണ്ടാക്കിയ ബീഫ് അച്ചാർ വെറുതെ ആയല്ലോ. അതൊക്കെ ഞാൻ എപ്പോഴേ തീർത്ത്. ഇവൻ പോവില്ലെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നല്ല. നീക്ക് അച്ചാറ് പോയ വിഷമത്തിലിരുന്നോ? മൂത്തം പോയി കുടുംബം രക്ഷിക്കുമല്ലോ എന്ന പ്രതീക്ഷയിലിരുന്ന അച്ഛനാണ് ഞാൻ. ഇവൻ കയറിപ്പോയ മാസം അണ്ടിപ്പരിപ്പും ബദാമും കിട്ടൂന്ന് കരുതിയല്ലേ അച്ഛൻ ഇവൻ എക്സ്പോർട്ട് ചെയ്യാൻ നിക്കണ. ഓഹോ, കുടുംബരക്ഷയുടെ കൂട്ടത്തില് അച്ഛന് ഗൾഫിൽ നിന്ന് കിട്ടുന്ന 2 അണ്ടിപ്പരിപ്പ് കഴിക്കാൻ മോഹം. എടാ ചെടുക്ക, നിന്റെ താഴെ 2 പെമ്പിളരാണ്, അത് ഓർമ്മ വേണം. അതപ്പാ അല്ല, സീരിയലിലെ ഈ സിറ്റുവേഷന് വരുമ്പോ ഈ ഡയലോഗാണ് ഇടാറ്. അതാണ് ഞാൻ പറഞ്ഞ. അത് ഉത്തരവാദിത്തം വേണോ നിനക്ക്? ദാണ്ട എല്ലായിടത്തൂടെ ചേർത്ത് പറയാണ്, ഒരു നല്ല വിസ കിട്ടാതെ ഞാൻ പോവില്ല. നീ ഈ നല്ല വിസയെന്ന് ഉദ്ദേശിക്കണത് എന്താണ്? നല്ല വിസ എന്ന് പറയുമ്പം കാണാൻ കൊള്ളാവുന്ന ബ്യൂട്ടിഫുൾ വിസ. അച്ഛാ ഇവൻ കയറി പോവൂല. എങ്കിൽ നീ കയറിപ്പോടാ മക്കള്, ഞാൻ വിസ ഒപ്പിച്ചുതരാം. ഏയ് അതിനുള്ള പ്രായമൊന്നും എനിക്കായില്ല അല്ലേ അമ്മ? ആയി, പാഴ്സലേക്കാൻ സമയമായി. എല്ലാവർക്കും എന്നെ ഇവിടെ നിന്ന് കെട്ടിക്കണം. അതാണ് എല്ലാരും മനസ്സിലിരിപ്പ്. കെട്ടിക്കാനൊന്നും അല്ലടാ മക്കളെ, ഇവിടെ നിന്ന് ഒഴിവാക്കാൻ. ഓ അങ്ങനെയാണല്ലേ. എങ്കിൽ ഞാൻ പോണ്. എവിടെ? പ്രഭാകരൻ കൊണ്ടുവന്ന വിസയിൽ ഗൾഫിൽ കയറി പോവാൻ പോണാ? പിള്ളേരുടെ ക്രിക്കറ്റ് കളിക്കാൻ സമയമായി, അതിന് പോണു. മക്കളെ, നിന്റെ കുട്ടികളെ ഈ അച്ഛൻ നിർത്തുകയും ചെയ്യും, നിന്നെ ഗൾഫിൽ കയറ്റി വിടുകയും ചെയ്യും. കാണാം. കാണാം. ഒരുത്തനെ പണിക്ക് വിടാൻ പെടുന്ന പാടെ ഇവനൊക്കെ എങ്ങനെ ജീവിക്കുവോ എന്തോ. അല്ല, നീ എങ്ങനെ ജീവിക്കാൻ പോണ്? നിങ്ങളെ പണിക്ക് വിട്ടിട്ടാണെങ്കിലും ഞാൻ ജീവിക്കും. അല്ലോടെ പൗലോസേ, നീ പറഞ്ഞ മറ്റേ വിസ ഇല്ലേ? ഓ ഈന്തപ്പരത്തില് കുരു കളയണ ജോലിയുള്ള വിസ, അത് സെറ്റാക്കാൻ നോക്കട്ടെ. നമ്മളാ ഒന്നും ഉണ്ടാക്കിയില്ല. ചെറുക്കന്മാരെങ്കിലും എങ്ങനെയെങ്കിലും കയറ്റി വിട്ടിട്ട് ആരെങ്കിലും സമ്പാദിക്കട്ടെ. ഓ പെട്ടെന്നാവട്ടെ, ശരിയാക്കുക കേട്ടോ. ഓക്കെ. ഹലോ പൗലോസ് അല്ലേ? ഞാൻ നേരത്തെ വിളിച്ച രഘുവാണ്. പിന്നെ മറ്റേ വിസയുടെ കാര്യം അതങ്ങ് ക്യാൻസൽ ആക്കുക കേട്ടാ. പിന്നീട് അടിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ചെറുക്കന്മാർ ഒരു 40 വയസ്സുവരെങ്കിലും അടിച്ചു പിടിച്ച് ജീവിക്കട്ടെ, പിന്നീട് കയറി പോയാൽ മതി. എന്ത് മൂക്കിൽ പല്ല് മുളച്ചിട്ടാ കയറി പോയെന്ന് നീ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. അല്ല പൗലോസ്, ഞാൻ പറയുന്നത് ഇങ്ങോട്ട് കേട്ടാൽ മതി. വിസകൾ ഇനി ഒന്നും നോക്കണ്ട, എല്ലാം ക്യാൻസൽ ആക്കിയരാ. പിന്നെ എൻ്റെ മൊബൈൽ നമ്പറും കൂടെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വെച്ചുതരാം. നിന്നെ വിളിക്കാൻ വേണ്ട, ഒരു കോൺടാക്റ്റും വേണ്ട. ഓക്കെ? കപ്പ് കേക്കിൻ്റെ പ്ലാസ്റ്റിക് വരെ അവൻ കഴിച്ചിറക്കണം തോന്നണം. അവളൊന്നും അവന് കൊടുക്കൂലേ എന്തോ. എടാ മക്കളെ, ഞാൻ ഈ കടപ്പണ്ട നിനക്ക് എന്തിനാണ് വാങ്ങിച്ചു തന്നേന്ന് അറിയാമോ? സ്നേഹം കൊണ്ടല്ലേ. അയ്യാ,
അപ്പൊ സ്നേഹം ഇല്ലേ? സ്നേഹമുണ്ട്. അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. നമുക്ക് മറ്റവനല്ലേ മൂത്തവനാ അബ്രോഡ് അയക്കണം. അതിന് നീ എന്നെ സപ്പോർട്ട് ചെയ്യണം. നീ എന്റെ കൂടെ നിക്കാണല്ലോ. നീ പുഷ് ചെയ്യണം എല്ലാത്തിനും. എന്തായാലും വാ തുറന്നു വല്ലതും പറയടാ. കേക്ക് മാത്രമുള്ള വേറെ ഒന്നും ഇല്ലേ? നീ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിലേ നിനക്ക് കഴിക്കാൻ പറ്റും. നിനക്ക് ഞാൻ കുഴിമന്തി അല്ല, പൊറോട്ടയും ചിക്കൻ ഫ്രൈ വരെ വാങ്ങിച്ചു തരും. എങ്കി അവനെ കെട്ടിയെട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റി. ഇതുപോലൊരു ചെറുക്കനെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണം. ആ അത് കേക്കല്ല, എന്റെ കയ്യാടാ തീറ്റിയെടുക്കണം. അല്ല അച്ഛ, ഒരു ഡൗട്ട്. 2 വർഷം കഴിഞ്ഞ് അച്ഛ എന്നെ ഇതുപോലെ കെട്ടിയെട്ടിക്കാൻ വേണ്ടി വേറെ ആർക്കെങ്കിലും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചു കൊടുക്കോ? ഏയ്, എന്റെ മരണം വരെ നീ എന്റെ കൂടെ ഉണ്ടാകണം എന്നാണ് ഈ അച്ഛന്റെ ആഗ്രഹം. കഴിക്കു മക്കളെ. ONE ഈ പട്ടി. എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ പൊരിച്ചമീൻ കിട്ടിയില്ലായിരുന്നാ? നീല പട്ടി തന്നെ. അതല്ല. വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാൻ വെച്ചിരുന്ന മടൽ ബാറ്റ് അമ്മ എടുത്ത് അടുപ്പിൽ വെച്ചാ? അതുമല്ല. ഇതൊന്നും അല്ലെങ്കിൽ നിനക്ക് പിന്നെ എന്തൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പറയാനുള്ളത്? നീ അതെ, ഞാൻ ഗൾഫിൽ കയറി പോണം. ഓക്കെ. ഓ, നീ എന്നെ നന്നാക്കാനുള്ള പുറപ്പാടിലാണല്ലേ? നടക്കൂല, ഞാൻ നന്നാവൂല. നീ ഇങ്ങനെ വാളിയടച്ച് നടന്നാലേ അച്ഛനെയും അമ്മയും ആര് നോക്കും? എന്റെ അച്ഛനും അമ്മയും മാത്രമല്ലല്ല, നിന്റെയും കൂടെ അച്ഛനും അമ്മയും തന്നെയല്ല. നിനക്ക് നോക്കിക്കൂടെ? പക്ഷെ പ്രയോറിറ്റി നിനക്കാണ്. വാർദ്ധക്യമേറിയ അച്ഛൻ വടിയും കുത്തി നടക്കണ സമയമാകുമ്പോ എനിക്ക് തുണയായി ആര് കാണുമോ ഈശ്വര? കമ്പോടി. അമ്മയ്ക്കും പ്രായമായി. മേക്കപ്പ് ഇട്ട് നടക്കണോണ്ടാണ് അമ്മയ്ക്ക് പ്രായം തോന്നിപ്പിക്കാത്തത്. പാവം. വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പോട്ട്, ഇവരാരെയും നീ ഓർക്കണ്ട. നിന്നെ ഒരു ദൈവത്തെ പോലെ കാണണ എന്നെ നീ ഓർക്കണ്ടേ? ദൈവത്തെ പോലെ? ഇതൊക്കെ എപ്പ തൊട്ട്? 5 മിനിറ്റ് ആയതേ ഉള്ളൂ. എടാ, നീ പറയും പോലെ അല്ല. ഗൾഫ് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ജീവിതമാണ്. എങ്കിൽ നീ ഒരു കാര്യം ചെയ്. 1 വർഷം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് നിർത്തി തിരിച്ചു വാ. നിർത്തി തിരിച്ചു വരാൻ? ഗൾഫ് ജീവിതേ ലൂപ്പ് പോലെയാണ്. പോയാൽ തിരിച്ചു വരക്കോ ഇല്ല. എടാ, നിന്നെ കയറ്റി വിടാൻ എനിക്ക് അച്ഛൻ വാങ്ങിച്ചെന്ന ബേക്കറി ഏറ്റവും ആലോചിച്ച് ഒന്ന് കയറി പോടേ. എടാ പുല്ലേ, നീ ഇപ്പൊ എന്താ പറഞ്ഞ? എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ ഓർമ്മ വന്ന്. നിനക്ക് എന്താ അച്ഛൻ വാങ്ങിച്ചു തന്ന? കേക്ക്. കാര്യം നടന്ന പൊറോട്ട ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചരാന്ന് പറഞ്ഞു. അച്ഛാ, നിനക്കൊരു മെഗാ ഓഫർ. നീ എന്റെ കൂടെ നിൽക്കണമെങ്കിലേ നിനക്കൊരു മെക്സിക്കൻ കുഴിമന്തി തന്നെ ഞാൻ വാങ്ങിച്ചു തരും. വല്ലതും നടക്കോ? ജെത്തുവാണ് പോയിരിക്കുന്നത്. കാഞ്ഞ വിത്താണ്, കില്ലാടിയാണവൻ. അച്ഛാ, വന്ന് എന്തായടാ? അവന് പകരം അച്ഛൻ ഗൾഫിൽ കയറി പോണം. ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. നീ എന്താ പറയണ? ഈ ചെറുപ്രായത്തിൽ അവനെ വിദേശത്ത് കടത്താൻ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? കടത്താവന്റെ സ്വർണ്ണോ മറ്റോ ആണ്? അതെ, അവൻ സ്വർണമാണ്. എനിക്കെന്തെങ്കിലും പറ്റിയാൽ ആദ്യം ഓടിയെത്തുന്നവനാണ് എന്റെ ചേട്ടൻ. വീട്ടിൽ പട്ടിണിയാണെങ്കിലും ഹോട്ടലിൽ പോയി പട്ടിണി പുട്ടടിക്കുന്നവനാണ് എന്റെ ചേട്ടൻ. കുടുംബത്തിന് ഉപയോഗമില്ലെങ്കിലും നാട്ടുകാർക്ക് മൊത്തം ഉപദ്രവമാവുന്ന എന്റെ ചേട്ടനെ ഒരറബിക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല, സമ്മതിക്കില്ല ഞാൻ. നിനക്കെന്തടാ പെട്ടെന്നൊരു മാറ്റം? സത്യം പറയടാ, അവൻ നിനക്കെന്തടാ ഓഫർ ചെയ്ത? മെക്സിക്കൻ മന്തി. ചെലച്ചേ, അവൻ നാറിയാണെങ്കിൽ അവൻ പരനാറിയാണ്. നിന്റെ അടുത്ത് ഞാൻ എങ്ങനെയൊക്കെയാ പറയാൻ പറഞ്ഞത് അവന്റെ അടുത്ത്? മെക്സിക്കൻ കുഴിമന്തിക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈയേക്കാളും രുചിയുണ്ടച്ചാ. ഒരു കുഴി എടുക്കണം. എന്തിന്? മന്തി ഉണ്ടാക്കാനാ? അല്ല, ഇവറ്റുള്ള രണ്ടെണ്ണത്തിനെ കുഴിച്ചു മൂടാൻ. അമ്മ, നിങ്ങൾ എനിക്കൊരു KFC വാങ്ങിച്ചു തന്നാലേ അച്ഛനെയും ചേട്ടനെയും ഞാൻ ഗൾഫിൽ കയറ്റി വിടാൻ സഹായിക്കാം. പോടാ പട്ടി. വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കണില്ലല്ലോ. പിള്ളേർക്ക് ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന്. നീ ആരെയാടി ഫോണിൽ നോക്കിയിരിക്കണ? എന്റെ അങ്ങ ജലധരന്റെ ഒരു ഫ്രണ്ട് ഗൾഫിലുണ്ട്. ആ പുള്ളിക്കാരന്റെ അറബി ഇപ്പൊ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. നമ്മളെ ഈ കാര്യങ്ങൾ പറഞ്ഞാലേ അവന് നല്ല വിസ അയച്ചെടുക്കാന്നാണ് അവൻ പറഞ്ഞത്. വിളിക്കാൻ വേണ്ടി കാത്തിരിക്കണം. വിശ്വസിക്കാമോ? എന്റെ ആങ്ങളെ പറഞ്ഞതല്ലേ. അവ ആയതുകൊണ്ടാണ് ചോദിച്ചത് വിശ്വസിക്കാമോ എന്ന്.
അതാ വിളിക്കണം അറബി. അസ്സലാമു അലൈക്കും കൈഫൽ ഹാൽ. അതൊക്കെ അവൻ ഗൾഫിൽ എത്തിയതിനു ശേഷം മതി ഷെയ്ക്കേ. അന്തര സാധനം പറഞ്ഞ വല്ല കഴിക്കാനുള്ള സാധനം ആയിരിക്കും. മാ അലാവുദ്ദീന മൻ അജ്ലിക മൻ യുംകിന അൽ അബ്ലിക. അലാവുദ്ദീൻ അത്ഭുതങ്ങളൊക്കെ അവൻ കണ്ടിട്ടുണ്ട്. വേറെ പ്രശ്നക്കാരൊന്നുമല്ല, കുഴപ്പമൊന്നും ഉണ്ടാക്കൂല. ലാ തക്ബീര അൻ മൗജുക അൽ ജലാദര മാ തഅലമ ഉല. ഇതെനിക്ക് മനസ്സിലായി. ജലധര ഉടായിപ്പെന്നാണ് ഷെയ്ഖ് പറഞ്ഞത്. ഷെയ്ഖേ, അവൻ ഉടായിപ്പുലു. ഡോണ്ട് കോണ്ടാക്ട് ചെയ്യലു. മാഫി ഫിലൂസ് നർജു അൻ യാസർ കുല ഷെയ്യ അല നായുറ. അസ്സലാമു അലൈക്കും. ഓ അങ്ങനെ ആയിക്കോട്ടെ. സ്വാമി ശരണം ഷെയ്ഖേ. ഇപ്പൊ എന്തരടി പറഞ്ഞ? ആർക്കറിയാം, ഞാൻ ഈ വീഡിയോ കോളെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തർജ്ജമ ചെയ്ത് കേട്ടു നോക്കാം. വിസയുടെ കാര്യമാണെങ്കിൽ ഞാൻ കേറി പോവൂല. അതൊന്നും അല്ല, നീ ഇതൊന്ന് നോക്കിക്കാണ്. ഇതെന്തോന്ന്? അമ്മ മാസം കഴിക്കണ ഗുളികയുടെ ലിസ്റ്റാണിത്. മാസം 15,000 ചെലവ് വരും ഗുളിക്ക് മാത്രം. അച്ഛാ, അമ്മക്ക് ഇത്ര അസുഖം ഉണ്ടായിരുന്ന? എവിടെന്ന്? ഇത് മറ്റേ ശാന്തയുടെ അപ്പൂപ്പനെ കഴിക്കണ മരുന്നിന്റെ ലിസ്റ്റ്. ഇതൊന്നും അമ്മ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നല്ല. നിന്നോട് മാത്രമല്ല, ആരടുത്ത് ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അറിയിച്ച് ആരെ ബുദ്ധിമുട്ടിക്കാനാ വിഷമിപ്പിക്കാനാ ഈ അമ്മ ശ്രമിച്ചിട്ടില്ല. നടുപ്പി നായിക. അമ്മ ഞാൻ പിന്നെ അത് ഞാൻ നിന്റെ അടുത്ത് പോവാനൊന്നും അല്ല പറയണത്. എന്നെ നീ പോയി നോക്കേം വേണ്ട. എന്നെ നോക്കാനേ നിങ്ങളുടെ അച്ഛനുണ്ട്. എവിടെന്ന്? നിന്റെ ജീവിതമാണ്, നിനക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ. ഒരു വിസ വന്ന് കിടപ്പുണ്ട്. പോവാതിരിക്കാം. അമ്മ ഇത്രേ പറയണോളൂ. ഈ തെണ്ടിക്ക് വാങ്ങിച്ചു കൊടുത്ത കേക്ക് പാവന്റെ ജലജിക്ക് കൊടുത്താൽ മതിയായിരുന്നു. അമ്മ ഞാൻ പോവാ. ഇത് കൊറേ ബാഗ് ഉണ്ടല്ല. അവള് കട മൊത്തം ബാഗിലാക്കിയാന്തോ. കുറച്ച് നമുക്ക് അടിച്ചു മാറ്റിയല്ല. ചുമ്മാ ഇരിക്കണം. അമ്മ ഞാൻ പോണെന്നല്ല, പോയിട്ട് തിരിച്ച് വരാന്ന് പറ. അമ്മ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കും. എങ്കിൽ പിന്നെ 2 തിരിയെടുത്ത് കണ്ണിലിട്ടോണ്ടിരിക്കും. രാത്രി കറണ്ട് പോകുമ്പോഴേ വിളക്കായിട്ട് ഉപയോഗിക്കാം അല്ലേ അച്ഛാ? നിങ്ങളാരും എന്നെ യാത്ര ആക്കാൻ എയർപോർട്ട് വരെ വരണില്ല അല്ലേ? ഇല്ലടാ, വിഷമാവും. നിന്നെ കൊണ്ടാക്കിയതിന് ശേഷം തിരിച്ചു പറഞ്ഞ വഴിക്ക് മോനും തള്ളേ കൂടെ തുടങ്ങും. ശംഖുമുഖം ബീച്ച് കാണണം, ഐസ്ക്രീം കൂച്ചണം, ഫുഡ് അടിക്കണം. എന്റെ പോക്കറ്റ് അപ്പൊ കാലിയാവും. അങ്ങനെ എനിക്ക് വിഷമാവും. ഇവന്റെ തലവട്ടം കണ്ടാലേ എന്റെ പോക്കറ്റിലെ പൈസ കീറും. അവൻ പോവാൻ നേരത്തെങ്കിൽ എച്ച് കണക്ക് പറയാതിരിക്കി. പിന്നെ എനിക്ക് ചിലവണ പൈസ നിന്റെ അച്ഛൻ തരുമായിരിക്കും. അമ്മ അപ്പൂപ്പനെ തെറി വിളിക്കണം അച്ഛൻ. അപ്പോ ശരി, പോവാൻ നേരമായി. അവിടെ ചെന്നിട്ടേ എല്ലാ ദിവസവും വിളിക്കാം. വേണ്ട, വിളിക്കണ്ട, വിഷമാവും. അതുകൊണ്ടല്ല, ആ വിളിക്കുന്ന പൈസയും കൂടെ നാട്ടിലെ മക്കളങ്ങ് അയച്ച. മക്കളെ എന്തമ്മ പോണ്ടാന്ന് പറയാനായിരിക്കും. ചിറ്റപ്പന് കൊടുക്കാനുള്ള അരിയുണ്ട്, ചിപ്സൊക്കെ അമ്മ പൊഞ്ഞ് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. മക്കള് വിശക്കുമ്പോഴേ എടുത്ത് ഞണ്ണരുത്. ചിറ്റപ്പന് കൃത്യമാണ് കൊടുക്കണം. ചേട്ടാ, എന്നെ മറക്കല്ലേ. നിന്റെ ഐഫോൺ മറക്കല്ല് എന്നല്ലടാ അതിനർത്ഥം. തെണ്ടി കാർ ഓട്ടിക്കാൻ വന്ന രമേശ വണ്ടിയിൽ പെട്രോളൊക്കെ നിറച്ചുണ്ടല്ലോ അല്ലേ? ശിവന്റെ കാര്യമായിട്ട് പറയാൻ പറ്റൂല. വണ്ടിയാണ് രമേശേട്ടാ. എന്തൊക്കെ ആണെങ്കിലും അവന്റെ മോനല്ലേടാ. ഉറപ്പുണ്ടാ? അച്ഛാ, അമ്മ, എനിക്ക് പോവാൻ പറ്റൂല. ടിക്കറ്റിലെ ഫ്ലൈറ്റിന്റെ ടൈമേ രാവിലെ 8 മണിയായിരുന്നു. ഇപ്പൊ രാത്രി 8 മണിയായി. AM PM എനിക്ക് മാറിപ്പോയി. ഫ്ലൈറ്റ് പോയി. എന്റെ അച്ചാർ വീണ്ടും വെറുതെ ആയി. അമ്മ പേടിക്കണ്ട, ഇതെനിക്കറിയായിരുന്നു അവൻ പോവൂലെന്ന്. അതുകൊണ്ടേ അച്ചാർ ഊപ്പിയൊക്കെ ഞാൻ നേരത്തെ പൊക്കി. അച്ഛാ, ഇനി ഞാൻ അടുത്ത ദിവസം വരുമ്പോ പോവാൻ കേട്ടാ. രമേശ് ചേട്ടാ, ഇനിയിപ്പോ എനിക്ക് എയർപോർട്ട് വരെ പോണ്ട. നിങ്ങൾ വിട്ടോളി. വിളിച്ചു വരുത്തി അപമാനിക്കണ നാറികളെ. എല്ലാവർക്കും സന്തോഷായില്ലേ?
സന്തോഷായില്ലേ അച്ഛാ? ഇവൻ കുറെ നേരം കൂടെ തുടങ്ങി